തങ്ങളുടെ സുന്നത്തുകൾക്ക് വിരുദ്ധമായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകങ്ങൾക്ക് എതിരായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ നിന്ന് നമ്മെ ഒന്ന് നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വേഷത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ വീടുകളിൽ വല്ലതും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ ടുഡേ ഈസ് ചേഞ്ച്, ഇന്നത്തെ ദിവസം എനിക്കൊരു മാറ്റം വരണം എന്ന ചിന്തയോടുകൂടെ നമ്മൾ പ്രവർത്തിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുടി വെട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണോ? നമ്മൾ ചിന്തിക്കണം. ഇന്നു മുതൽ ഞാൻ ആ മദീനയിൽ കിടന്ന് നമ്മെ നോക്കുമ്പോൾ എൻ്റെ മുടി ക്രോപ്പാക്കിയിട്ടുണ്ടോ? എൻ്റെ കുട്ടിയുടെ മുടി ക്രോപ്പാക്കിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടൂലല്ലോ. അത് ഞാൻ ചെയ്താലും തെറ്റാണ്, എൻ്റെ കുട്ടി ചെയ്താൽ അത് ഞാൻ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിലും രക്ഷിതാവായ ഞാൻ തെറ്റുകാരനാ എന്ന ചിന്തയോടുകൂടെ നമ്മൾ അതെല്ലാം മാറ്റി അതോടൊപ്പം നമ്മുടെ മക്കളെ ഒന്ന് ഉപദേശിച്ച്, മോനെ ഇങ്ങനെ വെട്ടരുത് മോനെ, നമ്മളെങ്ങാനും ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കൂല, നമ്മെ കണ്ടാൽ വല്ലാത്ത വെറുപ്പായിരിക്കും. ഞാൻ അത്തരം ആളുകളെ വെറുക്കുന്നു എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ രൂപത്തിൽ നമുക്ക് വേണ്ട എന്ന് ഒരു ഉപ്പ ഒരു കുട്ടിയെ ഉപദേശിച്ചാൽ ആ ഉപ്പക്ക് അല്ലാഹു കൂലി കൊടുക്കുന്നു. ആ ഉപ്പയുടെ ഉപദേശം കേട്ട് ആ പൊന്നുമോൻ വളർന്നു കഴിഞ്ഞാൽ ആ മകനും അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി കിട്ടുന്നു. പോരെ നമുക്ക്? ഇനിയും പറയട്ടെ, ഉദാഹരണത്തിന് പറയുകയാണ്. ഇനി പെൺകുട്ടികൾ ഇതുപോലെ ക്രോപ്പ് ചെയ്തൊന്നും നടക്കൂല എന്ന് കരുതി അവരിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവരുടെ കൈ വിരലുകളിൽ ഇടുന്ന മൈലാഞ്ചി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് വിപണിയിൽ കിട്ടുന്ന പല മൈലാഞ്ചികളുണ്ട്. ബ്ലാക്ക് ഹന്ന, റെഡ് ഹന്ന എന്നൊക്കെ പറഞ്ഞ് വിപണിയിൽ ഇറക്കുന്ന ട്യൂബ് മൈലാഞ്ചികൾ ഉണ്ടല്ലോ. ഈ ട്യൂബ് മൈലാഞ്ചി ചില മക്കളുടെ കയ്യിലേക്ക് നോക്കിയാൽ കറുത്ത മുഖമാണ്. ഞാൻ തന്നെ ഒരു ക്ലാസ്സിൽ പോയപ്പോൾ ചില പെൺകുട്ടികളുടെ കയ്യിൽ കറുത്ത നഖം കണ്ടു. ഞാൻ ചോദിച്ചു, മോളെ ഇതെന്താണ്? ഇത് പറഞ്ഞു, ഇത് ബ്ലാക്ക് ഹെന്നയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ നാളെ പോയിട്ട് ക്ലോറക്സ് ഉപയോഗിച്ചത് നന്നായി ചുരണ്ടി കളഞ്ഞ് മായിച്ച് കളയണം. കാരണം എന്താണെന്ന് അറിയോ? മോള് വുളു എടുത്താൽ വുളു സഹിഹാവൂല. നിസ്കരിച്ചാൽ വുളു സഹിഹായാലല്ലേ നിസ്കാരം സഹിഹാവുക. അതുകൊണ്ട് ചെയ്യരുത് മോളെ എന്ന് ഞാൻ എന്നെ കൊണ്ട് കഴിയും വിധത്തിൽ ഞാൻ ഉപദേശിച്ചു. സ്വീകരിക്കേണ്ടത് അവരല്ലേ, ശ്രദ്ധിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളല്ലേ. അതുകൊണ്ട് ബ്ലാക്ക് ഹെന്നയായാലും റെഡ് ഹെന്നയായാലും നമുക്ക് എത്രയാണ് നമുക്ക് ഹലാലായത് തന്നെ ഉണ്ടല്ലോ. മൈലാഞ്ചി തന്നെ ട്യൂബിലാക്കിയത് അത് തന്നെ നമുക്ക് പുരട്ടിയാൽ ചുവത്താനുണ്ടല്ലോ. അത് അല്ലാഹു സ്ത്രീകൾക്ക് ഹലാലാക്കിയതാണല്ലോ. അത് ഇട്ടുകൊടുത്താൽ മതിയല്ലോ. പക്ഷേ അതിലേക്ക് കടും കറുപ്പുള്ള അല്ലെങ്കിൽ കടും ചുവപ്പുള്ള കളർ കൂട്ടിയാൽ പിന്നെ അതിലേക്ക് വെള്ളം ചേരാത്ത വിധത്തിലാണ് നഖത്തിലുണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോഴോ സുബ്ഹാനല്ലാഹ്, അവളുടെ വുളൂ സ്വഹീഹല്ല, അവളുടെ നിസ്കാരം സ്വഹീഹല്ല. പോകട്ടെ, അതൊക്കെ പോയി പെട്ടെന്നൊന്നും മരിച്ചാലോ, ഇന്നാലില്ലാഹി, അല്ലാഹു അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ.
ഒരു ചെറുപ്പക്കാരനല്ലേ. എല്ലാ വർഷവും റബീഉൽ അവ്വലിന് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നൊരു ചെറുപ്പക്കാരൻ തിരൂരങ്ങാടി ചെറുമുക്കിൽ വെച്ച് ആക്സിഡന്റായി മരിച്ചത് നമ്മൾ വാർത്താ മീഡിയകളിൽ കണ്ടില്ലേ. ഒരു സ്കൂൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു പോയതാണ്. അപ്പുറത്ത് നിന്നൊരു ബൈക്ക് വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ബ്രേക്ക് പിടിച്ചത് നേരെ സ്കൂൾ ബസ്സിന്റെ പിറകിലെ ടയറിന്റെ ഉള്ളിലേക്ക് എത്തി. ഡ്രൈവർ നിരപരാധിയാണ്. ആ വ്യക്തിയുടെ തലയിലൂടെ വാഹനം കയറിയപ്പോഴോ ഈ ഡ്രൈവർ ആകെ പിടിച്ചു പോയി. കാരണം എന്റെ ബസ്സിലുള്ളത് ധാരാളം ചെറിയ ചെറിയ പിഞ്ചുമക്കളാണല്ലോ. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഇനി ഞാൻ ഇവിടെ നിർത്തിയാൽ ഈ കുട്ടികൾ ഈ മയ്യിത്ത് കണ്ടാൽ പേടിച്ചു പോകുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ധൈര്യം കിട്ടി. നേരെ പോയി കുട്ടികളെ എല്ലാ വീടുകളിലും ഇറക്കി ആ വാഹനം കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി എന്ന് നമ്മൾ വാർത്തയിൽ വായിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ആരാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്ന് നമ്മുടെ മരണം നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ല. അല്ലാഹുവേ, അത്തരം അപകട മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും കാവൽ തരണേ അല്ലാഹ്, കാവൽ തരണേ അല്ലാഹ്. പറയട്ടെ, ഇത്തരം ബ്ലാക്ക് ഹന്നകൾ വെച്ച് നമ്മളെങ്ങാനും പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നാലില്ല, അവളെ മയ്യിത്ത് കുളിപ്പിച്ചാൽ മയ്യിത്ത് കുളി സ്വഹീഹാകില്ലല്ലോ. ഈ മയ്യിത്ത് പിന്നെ നമ്മൾ എങ്ങനെ നിസ്കരിക്കും? പിന്നെ ഒരു കടമ എന്ന നിലക്ക് നമ്മൾ മയ്യിത്ത് നിസ്കരിച്ച് കൊണ്ടുപോയി വെച്ചാലോ? ഇത് ഇട്ടതിന്റെ ഉത്തരവാദി ആ പെണ്ണല്ലേ. ഇത് ശ്രദ്ധിക്കാത്തതിന്റെ ഉത്തരവാദി ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തീരുമാനിക്കണം, എന്റെ കുട്ടിക്ക് അത്തരം മൈനാഞ്ചികൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല. ഇട്ടാൽ തന്നെ ഞാൻ എന്റെ മക്കളുടെ വിരലുകളൊക്കെ ശ്രദ്ധിക്കുമെന്ന ബോധം ഈ വിശുദ്ധ റബീഉ വരുമ്പോഴേക്ക് നമുക്കൊരു തീരുമാനം വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ മഗ്‌രിബിന്റെ മുമ്പായി എല്ലാ മുഅ്മിനീങ്ങളോടും പറയുന്നു, ഒരു 1000 സ്വലാത്ത് നമുക്ക് ചൊല്ലി തീർക്കണം. പറ്റൂലേ? അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു 1000. അതിനെന്താ വേണം? നമ്മൾ ഇപ്പൊ ഒന്ന് വീട്ടിലേക്ക് പോയാൽ അവിടെ ഇരുന്നു കൊണ്ട് കഴിയും വിധത്തിൽ ഒരു 300 വട്ടം ചൊല്ലാം. പിന്നെ ദുഹറിന്റെ സമയത്ത് സ്കെച്ചിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു 200 വട്ടം ചൊല്ല. 500 ആയില്ലേ? അസറിന്റെ മുമ്പ് ഒരു 200, അസറിന്റെ ശേഷം ഒരു 200 വട്ടം ചൊല്ല. പിന്നെ മഗ്‌രിബിന് കുറച്ച് നേരത്തെ വരിക, ഒരു 100 വട്ടം പള്ളിയിൽ ഇരുന്നോ അല്ലെങ്കിൽ നടന്നു വരുമ്പോഴോ ചൊല്ലിയൊക്കെ തീർന്നാൽ ആ മഗ്‌രിബിന്റെ മുമ്പായിട്ട് നമുക്ക് 1000 വട്ടം സ്വലാത്ത് ചൊല്ലാൻ കഴിയും. അങ്ങനെ സ്വലാത്ത് നമ്മൾ 1000 ചൊല്ലി ചൊല്ലി പിന്നെ 2000 ആക്കാം. അങ്ങനെ ധാരാളം വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചാലുള്ള നേട്ടം എന്താണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നാളെ ആഖിറത്തിലേക്ക് വരുമ്പോൾ അലാ അറിയണം, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ, നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹ്, ഇന്ന് മൈലുകൾ കണക്കെ സൂര്യൻ ഉദിക്കുന്ന ഈ സാഹചര്യത്തിൽ നാളെ നമ്മുടെ ഒരു ചാൺ അകലെ വന്ന് നിൽക്കുന്ന ഒരു സമയം. ആ സമയം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ തന്നെ നമുക്ക് ആഴ്ചകളോളം മഴ പെയ്ത് നല്ല അല്ലാഹു നമ്മെ തണുപ്പിച്ചു. 2 ദിവസം വെയിൽ നിറഞ്ഞപ്പോഴോ ചൂടെടുക്കാൻ തുടങ്ങി. എന്നാൽ ഈ ചൂടിനേക്കാളും ധാരാളം ഗൗരവമുള്ള ചൂടല്ലേ മഹ്ശറയിലുള്ള ചൂട്. ആ ചൂട് നേരെ വന്ന് സൂര്യൻ വന്ന് നിന്നാൽ ഓരോരുത്തരും അവരുടെ പാപങ്ങൾ കണക്കെ വിയർപ്പിൽ മുങ്ങുന്നൊരു രംഗമുണ്ട്. ആ രംഗം എരിയാണി വരെ മുങ്ങിയവരുണ്ട്, മുട്ട് വരെ മുങ്ങിയവരുണ്ട്, അര വരെ മുങ്ങിയവരുണ്ട്, കഴുത്ത് വരെ മുങ്ങിയവരുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടുത്തെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, അലാ അറിയണേ, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ,
ആഖിറത്തിലെത്തുമ്പോൾ ഖിയാമത്ത് നാളിൽ ജനങ്ങളോട് ഞാൻ ഏറ്റവും അടുത്ത ആരാണെന്നറിയോ? അക്തറുഹും അലയ്യ സ്വലാത്താ, എന്റെ മേൽ ധാരാളം സ്വലാത്ത് ആരാണോ ചൊല്ലുന്നത് അവരോടായിരിക്കും. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്നു മുതൽ നമുക്ക് വേണം എന്റെ ഹബീബിന്റെ പേരിൽ, എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇന്നത്തെ മഗ്രിബ് ആകുമ്പോഴേക്ക് 1000 സ്വലാത്ത് ഞാൻ ചൊല്ലും എന്ന പ്രതിജ്ഞ വേണം. ആ പ്രതിജ്ഞയോടുകൂടെ പ്രവർത്തിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൗഫീഖ് തരും, അതിന്റെ സമയവിശാലത തരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ചൊല്ലിയാൽ ഒരു ചെറുപ്പക്കാരനല്ലേ, ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. ചെറുപ്പത്തിൽ തുടങ്ങി സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ എല്ലാം ശരിയാവുകയാണ്. പിന്നീട് അദ്ദേഹം ഭൗതിക കലാലയങ്ങളിൽ എത്തിയപ്പോൾ അവിടെയും വിജയം, മത കലാലയത്തിൽ എത്തിയപ്പോൾ അവിടെയും വിജയം. എന്താണ് അതിൻ്റെ പൊരുൾ? സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കുന്നു എന്നതാണ്. അതുകൊണ്ട് സ്വലാത്തുണ്ടോ നമ്മൾ രക്ഷപ്പെടും, ഉറപ്പാണ്. അദ്ദേഹം ഇന്ന് ഡോക്ടറാണ്. ഡോക്ടറായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ പരിശോധന കഴിഞ്ഞാലും അദ്ദേഹം നമ്മുടെ ഉസ്താദുമാരോട് പങ്കുവെക്കുന്നു, ഞാൻ 6000 സ്വലാത്ത് ചൊല്ലാതെ കിടന്നുറങ്ങാറില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ സ്വലാത്ത് നമ്മുടെ രക്ഷയാണ്. അല്ലാഹു ധാരാളം വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ആഷിഖാണ് ആയില ഹസ്രത്ത് അൽ ബറേൽവി. ബറേൽവി ഷരീഫിൽ അന്തിയുറങ്ങുന്ന മഹാനായ അഹ്മദ് കോയ ശാലിയാത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശാലിയത്തെ മഹാൻ അവിടത്തെ ശിഷ്യനാണ്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പറ്റിയ കെൽപ്പുറ്റ പണ്ഡിതനാണ്. ആ അഹ്മദ് റസാ ഖാൻ അൽ ബറേൽവി മഹാനവറുകൾ അത്തഹിയാത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിസ്കാരത്തിൽ. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ഒരു തവണ ചൊല്ലി. വീണ്ടും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. സങ്കടത്തോടുകൂടെ വീണ്ടും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന് സമാധാനമായി. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലി ശേഷമുള്ള ദുആ ചൊല്ലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടി ദിക്ർ കഴിഞ്ഞു. ദുആ കഴിഞ്ഞതിന് ശേഷം ഇത് വീക്ഷിച്ചിരുന്ന ശിഷ്യന്മാർ ചോദിച്ചു, അല്ലയോ ഉസ്താദേ, ഇന്നത്തെ അത്തഹിയാത്തിൽ നിങ്ങൾ 3 തവണ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിന്റെ രഹസ്യം? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ ഉസ്താദേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അഹ്മദ് റസാ ഖാൻ അൽ ബറേൽവി തങ്ങൾ പറയുകയാണ്, ഓ ശിഷ്യന്മാരെ, ഞാൻ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന സമയത്ത്, സുന്നത്താകട്ടെ ഫർളാകട്ടെ, നിസ്കരിക്കുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുദൂർ അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഞാൻ ഏത് സമയത്ത് വിളിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാറുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് എന്താണ് വരാത്തത് എന്ന് ആലോചിച്ച് എനിക്ക് വല്ലാത്ത സങ്കടമായി. ഒന്നാമത്തെ പ്രാവശ്യം വന്നില്ല, രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴും വന്നില്ല, മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ സങ്കടത്തോടുകൂടെ വിളിച്ചു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് വിളിച്ചപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. എനിക്ക് സന്തോഷമായി. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താണ് പടച്ച റബ്ബേ, ഇത്രയും തവണ ഞാൻ വിളിച്ചപ്പോൾ, 2 തവണ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ, മൂന്നാമത്തെ തവണ വിളിച്ചപ്പോഴല്ലേ വന്നത്?
ഇങ്ങനെ ആലോചിച്ചപ്പോൾ സാധാരണ ഞാൻ ചൊല്ലുന്നതിൽ അല്പം സ്വലാത്ത് കുറഞ്ഞു പോയി. അല്പം സ്വലാത്ത് കുറഞ്ഞു പോയത് കൊണ്ടാണ് ഈ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ വരാതിരുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് യാ തിൽമീദോ, അല്ലയോ ശിഷ്യന്മാരെ, സ്വലാത്ത് നിങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ചോളൂ. സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുദൂർ നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞ മഹാനാണ് അഹ്മദ് റസാ ഖാൻ അൽ ബറലി. മഹാനവറുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ദുനിയാവിൽ രക്ഷയാണ്. നാളെ ആഖിറത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുദൂറും അവിടുത്തെ പൊരുത്തവും നമുക്ക് നൽകുമാറാവട്ടെ.